ഹോസ്റ്റലിലെ നൈറ്റ് നെയ്ച്ചോറും അൽഫാമും കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? വൈകിട്ട് കിടന്നുറങ്ങിയിട്ട് നൈറ്റ് എണീച്ചപ്പോ കുറച്ച് ലേറ്റ് ആയി. കയ്യിലാണെങ്കിൽ കുറച്ച് അരിയും നെയ്യും മാത്രമേ ഉള്ളൂ. പാതിരാത്രിക്ക് 12 മണിക്ക് ഇത് എന്തിന്റെ പ്രാന്താന്നാണ് ഇവള് പറയുന്നത്. വിശപ്പിനെങ്ങനെ രാത്രിയും പകലും ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അരിയൊക്കെ കഴിയും നെയ്യും ഉപ്പിട്ട് കെറ്റിലാക്കിയിട്ടുണ്ട്. ഇനി അൽഫാമിന്റെ കാര്യം, അതാണ് നമ്മുടെ മെയിൻ. അവള് കുളിച്ചിട്ട് വരുന്നിടം വരെ അതിൽ തൊടല്ലെന്നാണ് ഓർഡർ. ബട്ട് ഈ സാധനം കൈ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് ഇരിക്കുന്നത്? നിങ്ങൾ അൽഫാം അച്ചാർന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാണ് സാധനം. ആ കുപ്പി പൊട്ടിച്ചപ്പോഴേ റൂമിൽ ഫുൾ ഒരു അൽഫാമിന്റെ മണമായിരുന്നു. അതിന്റെ ടേസ്റ്റ് കാരണം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. ഈ സാധനം മാത്രമല്ല, നല്ല ചുട്ട ബീഫ് അച്ചാറും ഉണ്ട്. നമ്മൾ വീട്ടിൽ വെക്കുന്ന നല്ല ബീഫ് കറിയുടെ മണോ അത് പൊട്ടിക്കുമ്പോൾ. റീൽസിലൊക്കെ കുറെ കണ്ടിട്ടാണ് നമ്മൾ ഇത് ഓർഡർ ചെയ്തത്. ബട്ട് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഇത് മാത്രമല്ല, പൈനാപ്പിൾ അച്ചാറും ഉണ്ടായിരുന്നു. അതും സെറ്റ് സാധനം. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. അവളും വന്ന് അങ്ങനെ പ്ലേറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഇരുന്ന്. എന്നിട്ട് ഈ 3 അച്ചാറും സൈഡിലോട്ടങ്ങ് വിളമ്പി. ആ ബീഫൊക്കെ എന്ത് സോഫ്റ്റ് ആണ്. എല്ലാം കൂടെ ആ നെയ്ച്ചോറിലിട്ട് മിക്സ് ചെയ്തൊരു എന്റെ പൊന്നോ, ആ ചോറിന്റെ ചൂട് പോലും ആറാൻ ഒരു ഗ്യാപ്പ് ഞങ്ങൾ കൊടുത്തിട്ട്. ഈ അച്ചാർ വരുന്നത് AS പിക്കിൾസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അൽഫാം അച്ചാർ കൊണ്ടുവരുന്നത് ഇവരാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എസ്പെഷ്യലി ഹോസ്റ്റലേഴ്സ്. അപ്പൊ ബൈ.